കേരളത്തിലെ ക്ഷേത്രങ്ങളിലും കാവുകളിലും കണ്ടുവരുന്ന ഒരു പ്രധാന അനുഷ്ഠാന വ്യക്തിത്വമാണ് കോമരം. ദേവിയുടെ അല്ലെങ്കിൽ ദേവന്റെ ചൈതന്യം ആവാഹിച്ച് ഭക്തർക്ക് അനുഗ്രഹം നൽകുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് കോമരം എന്ന് പറയുന്നത്. ഇത് ഒരുതരം ആവേശനം, പൊസഷനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഉത്സവങ്ങളിലും പ്രത്യേക പൂജകളിലുമെല്ലാം കോമരത്തിന്റെ സാന്നിധ്യം പ്രധാനമാണ്. ചെണ്ടമേളത്തിന്റെയും മറ്റു വാദ്യോപകരണങ്ങളുടെയും അകമ്പടിയോടെ പ്രത്യേക താളത്തിൽ കോമരം ഉറഞ്ഞുതുള്ളാൻ തുടങ്ങുന്നു. ഈ സമയം ദേവിയുടെ അല്ലെങ്കിൽ ദേവന്റെ ശക്തി കോമരത്തിലേക്ക് ആവേശിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. ചുവന്ന പട്ടുടുത്ത് അരയിൽ ചിലമ്പണിഞ്ഞ് കൈയിൽ വെള്ളിവാളും ചിലമ്പും പിടിച്ചാണ് കോമരം ഉറഞ്ഞുതുള്ളുന്നത്. കോമരം ഉറഞ്ഞുതുള്ളുമ്പോൾ ഭക്തർക്കു മുന്നിൽ ദേവതയുടെ പ്രതിനിധിയായി മാറുന്നു. ആളുകൾ തങ്ങളുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും കോമരത്തോട് പറയുന്നു. കോമരം ദേവതയുടെ വാക്കുകളിലൂടെ അവർക്ക് പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നു. ചിലപ്പോൾ ഭാവി കാര്യങ്ങൾ പ്രവചിക്കുകയും രോഗശാന്തിക്കായി അനുഗ്രഹിക്കുകയും ചെയ്യാറുണ്ട്. ഇത് ഭക്തർക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒരനുഭവമാണ്. കോമരം എന്നത് ഒരു സാധാരണ വ്യക്തിയിൽ ദേവചൈതന്യം പ്രകടമാകുന്ന ഒരു മാധ്യമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് കേരളത്തിലെ പ്രാചീനമായ ആരാധനാരീതികളുടെയും നാടൻ കലാരൂപങ്ങളുടെയും ഒരു ഭാഗം കൂടിയാണ്. തെയ്യം, തിറ തുടങ്ങിയ അനുഷ്ഠാന കലകളുമായി ഇതിനടുത്ത ബന്ധമുണ്ട്. കോമരത്തിന്റെ ഉറച്ച ശബ്ദവും ഭാവങ്ങളും ഭക്തരിൽ ഭക്തിയും ഭയവും ഒരുപോലെ ഉണർത്താറുണ്ട്. ചുരുക്കത്തിൽ കോമരമെന്നത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു കണ്ണിയായി പ്രവർത്തിക്കുന്ന ആചാരപരമായ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ്. ഇത് കേരളീയ സംസ്കാരത്തിലെ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും